കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് യുവതിയുടെ പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി നെസ്ജയും മകളുമാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് ആ വണ്ടിൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ്. മോക്ക് ഇന്നെ പിടിച്ചപ്പോൾ ഒക്കെ സങ്കടമായിട്ടേ ഇന്നെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഓളെ ചുമരിനിട്ട് കുത്തിക്ക് തള്ളിയിട്ടേക്ക്. ഉമ്മാക്ക് എല്ലാം കിട്ടിയേക്ക്. ഉമ്മാനെ പിടിച്ച് ഉന്തിയും കൊല്ലാൻ നോക്കി ഉമ്മാൻ്റെ പുറകിലും കൊടുവാളെടുത്ത് ഓടിക്ക്. ഇവൻ വന്നിട്ട് അതിൻ്റെ ഒറ്റ ചവിട്ട് ഇവളിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ നമ്മളെ മേത്തൊക്കെ വീണത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അവൻ കാട്ടി കൂട്ടിയതൊന്നും ഓർമ്മല്ല, എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നൊന്നും. പിന്നെ അവൻ മുടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരാൾമാറുണ്ട് അതിൻ്റെ അകത്ത്. ആ കട്ടിൻ്റെ ആൾമാറിനെ കൊണ്ട് അടുക്കിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കൈയോട് പിടിച്ചിട്ട് രണ്ട് കൈ കൂട്ടിയിട്ട് ഓവളെ കൈകൊണ്ട് മാന്തിയിട്ട് ഓൻ്റെ കൈയും ചോര കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് വെച്ചപ്പോൾ കാലിൻ്റെ മുട്ടോണ്ട് നെഞ്ഞത്ത് കുത്തി. അന്നപ്പോൾ ഞാൻ കാലിൽ പിടിച്ച് തൂങ്ങി, ഞാൻ പിന്നെ കൈ വിട്ടിട്ട്. ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, യുവതിയുടെ ഭർത്താവ് നൌഷാദ് ഒരു സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണോ? ഇന്നലെ മർദ്ദനത്തിനിടെയാണോ ഇവർ വീട് വിട്ടോടി രക്ഷപ്പെട്ടത്? ഇന്നലെ 10 മണിക്ക് ശേഷമായിരുന്നു നൌഷാദ് ഇങ്ങനെ ഭാര്യ നസ്രിയെ ആക്രമിക്കുന്നത്. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശികളാണിവർ. ഇയാൾ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്നാണ് നസ്ജ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഇയാൾ പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മദ്യപാനത്തിന് അടിമയാണെന്നും ഒക്കെ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. വർഷങ്ങളായി തന്നെ ഇയാളുടെ പീഡനം തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടെ ഇയാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവരുടെ പുറകെ വടിവാളുമായി പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ നസ്ജയും 8 വയസ്സുകാരിയായ മകൾ അടക്കം ഈ ഭർത്തൃമാതാവ് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. നൌഷാദ് ഇടയ്ക്കിടെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളായി നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും നസ്ജ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇതുകൂടാതെ തന്നെ വീട്ടിൽ നിരന്തരമായി പ്രശ്നങ്ങൾ നടക്കുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ നസ്ജയെ ഉപദ്രവിക്കുന്നതിനിടയിലാണ് മകൾ അതിനിടയിൽ കയറിയപ്പോൾ മകളെയും പിടിച്ച് തള്ളുകയും മകളുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് നസ്ജ പറയുന്നു. കൂടാതെ തന്നെ ഇത് തടയാൻ എത്തിയ ഭർത്തൃമാതാവിനും നസ്ജയുടെ വല്യുമ്മയ്ക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവർ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാവും. നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്നടക്കമുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദിവ്യ. ശരി, ദൃശ്യ പുതിയയിടത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.